ഈവനിങ്. എന്നിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ആരെന്ന് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ചുമ്മാ ചോദിച്ചതാ. അപ്പോൾ ഓപ്പൺ മൈക്കിൻ്റെ ഇന്നത്തെ പെർഫോമൻസിനെ ഒന്ന് കാണാനും വിഷ് ചെയ്യാനും ഓപ്പൺ മൈക്കിന് ഒരു പ്രൊമോഷൻ എന്നുകൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സർപ്രൈസ് ഗസ്റ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഹീസ് എ റിട്ടയർഡ് ഓഫീസർ ഓഫ് ഇന്ത്യൻ ആർമി. അതോടൊപ്പം 1991-1992 പ്രസിഡൻസ് ഗാലൻട്രി മെഡൽ അവാർഡ് ജേതാവാണ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ഇൻ ഫൈറ്റിംഗ് ടെററിസം ഇൻ പഞ്ചാബ്. ഇത് പറയുന്നതിനേക്കാളും നമുക്ക് പരിചയം വേറൊന്നുമല്ല, ഹീസ് എ സിനി ആർട്ടിസ്റ്റ്. ആക്ഷൻ ഹീറോ ബൈജുവിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മഹാവീര്യറിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആരാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും ക്ലൂ തന്നിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. Now I would like to welcome our dearest Major Ravi sir. ഒരു കയ്യടി കൊടുത്തേ. Sir, please come up on the stage, sir. സാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ കാണാനും നമ്മുടെ ഓപ്പൺ മൈക്കിന് എല്ലാവിധ പ്രോത്സാഹനം നൽകാനും ഇന്നിവിടെ ഹായ് സർ, സന്തോഷമായോ? അപ്പോൾ സാറിന് നല്ലൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ മൈക്കാണ്. ഓപ്പൺ മൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാ സാറ്റർഡേയ്സും ഇവിടെ 6:30 മുതൽ 8:30 വരെ നമ്മളിവിടെ കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലുലു മോൾ ട്രിവാൻഡ്രം നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ടാലൻറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം കൊടുക്കുകയാണ് ടു ഷോക്കേസ് ദെയർ ടാലൻസ്. ബിക്കോസ് നമുക്ക് ഇതുപോലെ ഏഷ്യാനെറ്റിൽ അതോ ബാക്കിയുള്ള ചാനലിലെ പോലെ പാടാനോ വേറെ അവസരങ്ങളൊന്നും കിട്ടാത്തവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഓപ്പൺ മൈക്ക്. അപ്പോൾ ഈ ഒരു ആപ്റ്റ് ടൈമിനാണ് സാറിൻ്റെ ഒരു വിസിറ്റ് എന്ന് പറയുന്നത്. സാറിൻ്റെ ഗംഭീര്യമായ ഒരു ശബ്ദത്തിൽ നമുക്ക് ഈ മൈക്കിൽ കൂടി ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറഞ്ഞാൽ അതിസന്തോഷം. ഓക്കെ, ഐ എം ഹാൻഡിങ് ഓവർ ദിസ് മൈക്ക് ടു മേജർ രവി സർ. താങ്ക് യു സോ മച്ച്. എല്ലാവരെയും കണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം ലുലുവിൽ കാലുവയ്ക്കുന്നത്. അത് ഇന്നായിരുന്നു. നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്ലസ് ഇതുപോലുള്ള പ്ലാറ്റ്ഫോം കാണുമ്പോൾ എനിക്ക് എപ്പോഴും സന്തോഷം എന്തുകൊണ്ടാണെന്നറിയും. ഞാനും ഒരു കാലത്ത് ഒരു സ്ട്രഗിളറായിരുന്നു. ഒരു സിനിമയ്ക്കകത്ത് എങ്ങനെ വരണം, ആരെങ്കിലും ഒരു ചാൻസ് തരുമോ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അന്ന് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് ഒരാളും എനിക്ക് ചാൻസ് തന്നിട്ടില്ല. എല്ലാവരും എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിർത്തും, എന്നിട്ട് സൈഡാക്കും. പിന്നെ ഞാനൊരു ഡയറക്ടർ ആയതിനു ശേഷം ഇപ്പം 10 പടങ്ങൾ ഡയറക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ ഇപ്പം എന്നെ വിളിച്ച് അഭിനയിപ്പിക്കാൻ വിളിക്കുന്നത്. ഏതാഗ്രഹത്തിൽ ഞാൻ സിനിമയിൽ വന്നോ അതിപ്പോഴാണ് നടക്കുന്നത്. സോ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് ഇവരെപ്പോലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചെറുപ്പക്കാരും അതിനെ യൂസ് ചെയ്യും. കാരണം എല്ലാവർക്കും ടി വിക്കകത്ത് കയറിക്കൊണ്ട് ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇതുപോലൊരു ചാൻസ് നിങ്ങൾ ചെയ്യുന്ന സമയത്തായിരിക്കും കൃത്യമായിട്ടൊരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന നിങ്ങളുടെ പാട്ട് കേട്ടു, നിങ്ങളുടെ അഭിനയം കണ്ടു, ഒരു ചാൻസ് വരും. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. സോ ഇതുപോലുള്ള പ്ലാറ്റ്ഫോം കൊടുക്കുന്ന for you, I give you a big salute. Along with ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഇറക്കിയിട്ടുള്ള ലുലുവിന് എൻ്റെ എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. ആൻഡ് ഓൾവേസ് ബി എ ട്രൂ പെട്രിയോട്ടിക് ഇന്ത്യൻ. നമുക്ക് ജാതി മതം ഒന്നും വേണ്ട. സോ ബി എ ട്രൂ പെട്രിയോട്ടിക് ഇന്ത്യൻ ആൻഡ് ഐ ലവ് യു ഓൾ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ് സർ. അപ്പോൾ ഇപ്പോൾ പെർഫോം ചെയ്തത് കലാകാരൻ എന്ന് പറഞ്ഞ ബാൻഡാണ് സർ. അപ്പോൾ ഹീസ് എ ടീച്ചർ, പ്രൊഫഷണലി ഹീസ് എ ടീച്ചർ.
मेरे ख्वाजा दिल समझा ख्वाजा मेरे ख्वाजा दिल समझा मेरे सुनी तकदीर तूने सवारी കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. സോ എല്ലാവരുടെയും ആ ഒരു എനർജി, ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വന്നവരാണ്. ട്രിവാൻഡ്രക്കാർ അത്ര മോശക്കാരല്ലെന്നാണ് ഞങ്ങൾ കോട്ടയക്കാർ വിശ്വസിക്കുന്നത്. സോ എല്ലാവരും എൻജോയ് ചെയ്യാം.
എനി ഗസ് ഈ പാട്ട് ഏതാണെന്നറിയോ? എനി ഗസ്? നമുക്ക് നോക്കാം ഏത് പാട്ടാണ്. Thank you. അടുത്തൊരു റഹ്മാന്റെ പാട്ടായല്ലോ. ഓക്കെ, ഒരു പവർ ഇല്ലല്ലോ. നിങ്ങൾ എത്രത്തോളം ഞങ്ങളെ പുഷ് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിയായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ കോട്ടയത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ. ഈ ട്രിവാൻഡ്രംകാർ, എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. കോട്ടയത്തു നിന്ന് നിങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ വന്നവരാണ്. സോ നിങ്ങളുടെ ട്രിവാൻഡ്രംകാരുടെ ആ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം, കലാകാരെന്ന ബാൻഡിന് വേണം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലേ? യെസ്. പാട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. സോ കൂടെ പോകാം.
വന്നാൽ ഉറപ്പായിട്ടും ഓരോ മാറ്റങ്ങൾ. ഓക്കെ, ട്രിവാൻഡ്രംകാർക്ക് എല്ലാവർക്കും ബിഗ് താങ്ക്സ്.